ഇപ്പോൾ കൊച്ചിയിലെ എടവനക്കാട് കടലാക്രമണം രൂക്ഷമായ തീരപ്രദേശമാണ് കടലാക്രമണം ഈ പ്രദേശം എടവനക്കാട്. അവിടെ കഴിഞ്ഞ 2 ദിവസങ്ങളെ വലിയ പ്രതിഷേധം നടക്കുകയാണ്. ജില്ലാ കളക്ടറുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. ഇനി ഫിഷറീസ് വകുപ്പ് മന്ത്രിയെ നേരിട്ട് കാണാനാണ് പ്രതിഷേധക്കാർ ശ്രമിക്കുന്നത്. പ്രതിഷേധം ഹർത്താലിൽ അവസാനിക്കില്ലെന്നും ഉടൻ കടൽഭിത്തി നിർമ്മാണം ആരംഭിച്ചില്ലെങ്കിൽ കൊച്ചി നഗരം തന്നെ സ്തംഭിപ്പിച്ച് കളയും എന്നാണ് തീരദേശ സംരക്ഷണ സമിതിയുടെ മുന്നറിയിപ്പ്. പ്രതിഷേധക്കാർ തെരുവിലിറങ്ങിയതോടെ അവിടെ അതുവഴിയുള്ള ഗതാഗതവും തടസ്സപ്പെട്ടു. ഇന്ന് അവിടെ ഹർത്താലായിരുന്നു. സ്വന്തം വീടും ഉപജീവനമാർഗവുമെല്ലാം കടലെടുക്കുമെന്ന് ഉറപ്പായതോടെയാണ് കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ ആദ്യമായി എടവനക്കാട്ട് പഞ്ചായത്തിലെ തീരദേശ ജനത ഒന്നിച്ച് സമരത്തിനിറങ്ങിയത്. ഭയമില്ലാതെ ഒരു ദിവസമെങ്കിലും സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങണം. അതുമാത്രമാണ് ഇടവനക്കാട്ടെ തീരദേശ ജനതയുടെ ആവശ്യം. MLA, MP, ഉദ്യോഗസ്ഥ വൃത്തങ്ങൾ തുടങ്ങിയവരോട് കരഞ്ഞു പറഞ്ഞിട്ടും തിരിഞ്ഞു നോക്കാൻ തയ്യാറായില്ല. ഇതോടെയാണ് കടൽഭിത്തിക്കായി തീരദേശവാസികൾ തെരുവിലേക്കിറങ്ങിയത്. നമ്മുടെ ആവശ്യം ടെട്രോപാഡ് ഉപയോഗിച്ച് സീവാളും പുലിമുട്ടും നിർമ്മിക്കുക എന്നുള്ളതാണ്. പക്ഷെ അതിന് അദ്ദേഹം അവിടെ വെച്ച് പറഞ്ഞൊരു ഡിമാൻഡ് 46 ലക്ഷം രൂപയ്ക്ക് ജിയോ ബാഗ് വെച്ച് തരാമെന്നാണ്. മുൻകാലങ്ങളിൽ ഇതേപോലെ തന്നെ 30, 35, 40 ലക്ഷം രൂപക്കൊക്കെ ജിയോ ബാഗിൻ്റെ മണൽവാട നിർമ്മിച്ചിട്ട് ഈ മണൽവാട മുഴുവൻ തന്നെ തോടുകളിൽ പോയി കിടക്കുകയാണ്. കാരണം അത്ര അടുത്തുനിന്ന് വെള്ളം അടിച്ച് വെള്ളത്തിൻ്റെ ഫോഴ്സ് കൊണ്ട് ഈ സാധനം പറഞ്ഞു. ജിയോ ബാഗിനോട് ഞങ്ങൾ അനുകൂലിക്കുന്നില്ല. ഹർത്താൽ ഒരു സൂചന മാത്രമാണ്. ഇനിയും അവഗണന തുടർന്നാൽ നഗരം സ്തംഭിപ്പിച്ചായിരിക്കും തീരദേശ ജനതയുടെ പ്രതിഷേധം. നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിട്ട MLA ആണ്. ആ MLAക്ക് ഇവിടെ പാക്കേജിനോ അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ടല്ല. ഇവിടെ നടത്തുന്നത് എന്താണ്? ഇവിടെ കൂത്തും കൂടിയാട്ടവും തിരുവാതിരകളിയും ഒപ്പര ഫോക്ക് ഫെസ്റ്റിവലും നടത്തി മതൽ മുഴുവൻ പെയിന്റ് അടിച്ചു വെച്ച ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ പറ്റുമോ? ബഹുമാനപ്പെട്ട MLA ഇപ്പോൾ നിയമസഭ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ അടിയന്തര പ്രാധാന്യമുള്ള ഈ വിഷയം സബ്മിഷനിൽ കൂടി അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഞങ്ങൾ ഇവിടെ നിന്നും ഒരു കളക്ടർ, ഒരു ജനപ്രതിനിധി ആരും പോകണ്ട, അദ്ദേഹത്തിനുള്ള ഉടനെയുള്ള മറുപടി ഇപ്പൊ കിട്ടും നിയമസഭയിൽ അദ്ദേഹം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ. ഇടവനക്കാട് ടെട്രാപാഡ് സ്ഥാപിക്കാൻ 55 കോടിയുടെ DPR സർക്കാരിന് നൽകിയിട്ടുണ്ട്. ഇത് ഉടൻ അംഗീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. എന്നാൽ ജില്ലാ കളക്ടറുമായി സമരസമിതി നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. തിങ്കളാഴ്ച കളക്ടർ ഫിഷറീസ് വകുപ്പ് മന്ത്രിയെ നേരിൽ കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കും. MLA അടക്കമുള്ള ജനപ്രതിനിധികൾ കാലങ്ങളായി പറഞ്ഞു പറ്റിക്കുന്നുവെന്നാണ് എടവനക്കാട്ടെ ജനങ്ങൾ പറയുന്നത്. ഇനിയെങ്കിലും പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമുണ്ടായില്ലെങ്കിൽ സമരവുമായി എറണാകുളത്തേക്ക് എത്തുമെന്നാണ് എടവനക്കാട്ടെ ഓരോ ആളുകളും വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ നിഖിൽ നിളയ്ക്കൊപ്പം ശ്യാംകുമാർ, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ശ്രീലക്ഷ്മി യൂട്യൂബിലൂടെ ചോദിക്കുന്നു, എടവനക്കാട്ടെ അവസ്ഥ ഇതാണ് ഇപ്പോൾ എടവനക്കാട്ടെ അവസ്ഥ.